ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി വേഴ്സസ് ഇന്ത്യ ബി തമ്മിലുള്ള സെക്കൻഡ് ഇന്നിംഗ്സ് പോരാട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഒന്നാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യ ഡി 349 എന്ന വമ്പൻ സ്കോർ ഉയർത്തിയപ്പോൾ സഞ്ജു സാംസണിന്റെ സെഞ്ചുറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ സെഞ്ചുറി തന്നെയായിരുന്നു അത്. എന്നാൽ ആ ഒരു ഇന്നിംഗ്സിലെ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ബിക്ക് 282 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ ഒരു 282 റൺസിൽ തന്നെ അവർ ഓൾ ഔട്ട് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ 67 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യ ഡിക്ക് പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടത്. ഈ ഒരു മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ഡി ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. 40 പന്തുകൾ നേരിട്ടുകൊണ്ട് 7 ഫോറുകളുടെയും ഒരു സിക്സറിന്റെയും സഹായത്തോടുകൂടെ അദ്ദേഹം ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ക്യാപ്റ്റൻ പൊളിച്ചടക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഞ്ജു സാംസൺ അദ്ദേഹം ഇന്നും ഒട്ടും മോശമാക്കിയിട്ടില്ല. 53 പന്തുകൾ നേരിട്ടുകൊണ്ട് 5 ഫോറുകളുടെയും 2 സിക്സറിന്റെയും സഹായത്തോടുകൂടെ സഞ്ജു സാംസൺ 45 റൺസ് എടുത്തുകൊണ്ടാണ് പുറത്തായത്. മുകേഷ് കുമാറാണ് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുന്നത്. ഏതായാലും സഞ്ജുവിന്റെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഹാഫ് സെഞ്ചുറി മിസ്സായി പോയതിൽ, നഷ്ടപ്പെട്ടു പോയതിൽ ആരാധകർ ചെറിയൊരു നിരാശ പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയായാലും ഇന്ത്യ ഡി വിജയിച്ച് കയറുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകർ കാത്തിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിന്റെ പ്രകടനം ജസ്റ്റ് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, അദ്ദേഹം ആദ്യം കളിച്ച ഇന്ത്യ എക്കെതിരായിട്ടുള്ള മത്സരത്തിൽ 6 പന്തുകളിൽ നിന്ന് 5 റൺസ്, പിന്നീട് 45 പന്തുകളിൽ നിന്ന് സെക്കൻഡ് ഇന്നിംഗ്സിൽ 40 റൺസ് സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യ ബിക്കെതിരെ ഇന്നലെ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഒരു കാഴ്ച. 101 പന്തുകളിൽ നിന്ന് 106 റൺസ് എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ സഞ്ജു സാംസൺ പുറത്തായതെങ്കിൽ, ഇനി ഇതാ സെക്കൻഡ് ഇന്നിംഗ്സിൽ 51 പന്തുകളിൽ നിന്ന് 45 റൺസാണ് സഞ്ജു സാംസൺ എടുത്തിട്ടുള്ളത്. അതെ, 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 196 റൺസ്, ആവറേജ് 49, സ്ട്രൈക്ക് റേറ്റ് 97. മികച്ച പ്രകടനം തന്നെയാണെന്ന് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയും. റിക്കു ബോയ്, ഈ ചങ്ങായിയുടെ പ്രകടനം പറയാതെ നമുക്ക് ഈ ഒരു വീഡിയോ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ദുലീപ് ട്രോഫിയിൽ ഉടനീളം, ഈ ഒരു സീസണിലുടനീളം റിക്കു ബോയ് ഇന്ത്യ ഡിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം ഹാഫ് സെഞ്ചുറിയുമായിട്ട് ക്രീസിലുണ്ട്. തീർച്ചയായിട്ടും കാത്തിരിക്കാം ഇന്ത്യ ഡി എത്രത്തോളം മികച്ച സ്കോറിലേക്ക് പോകുമെന്നുള്ളത് അറിയാൻ വേണ്ടി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെറിയ ഗുഡ് ബൈ.